നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഒരു കൺട്രി ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അല്ലെങ്കിൽ എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി ഓർ എക്കണോമിക് സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഡൗൺ ടേൺ ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ റിച്ച് പീപ്പിൾ സഡൻലി അവരുടെ മണി എബ്രോഡ് ഷിഫ്റ്റ് ചെയ്യും. ഇതിനെയാണ് ക്യാപിറ്റൽ ഫ്ലൈറ്റ് എന്ന് പറയാം. ഈ ക്യാപിറ്റൽ ഫ്ലൈറ്റിന്റെ ഒരു ഷോക്കിംഗ് പാർട്ട് അല്ലെങ്കിൽ ഒരു ക്രീസി പാർട്ട് എന്താ അറിയോ? ഇത് എഫക്ട് ചെയ്യുന്നത് ഈ ബില്യനേഴ്സിനെ മാത്രമല്ല, ഇറ്റ്സ് എഫക്ട്സ് യു, മീ ആൻഡ് എവ്രി വൺ. സോ ഇതൊരു സൈലന്റ് എസ്കേപ്പ് ആണല്ലേ? അതായത് മണി ലീവ്സ് ദ കൺട്രി ജസ്റ്റ് ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് ഡോണ്ട് ഫീൽ സേഫ് ഹിയർ. സോ അതിന്റെ അൾട്ടിമേറ്റ് എഫക്ട് എന്താ? യുവർ ഫ്യൂൽ ബിൽ, യുവർ ഗ്രോസറി ബിൽ, യുവർ ലോൺ ഇൻട്രസ്റ്റ്, എവറിഥിങ് ബിക്കം സോ എക്സ്പെൻസീവ്. നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്യും, നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ വെള്ളം കയറി അല്ലെങ്കിൽ വെള്ളം നിൽക്കാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ കൂടുതൽ ആളുകൾ എന്താ ചെയ്യുക? നെക്സ്റ്റ് ബിൽഡിങ്ങിലോട്ട് ഓടും. മണി ബിഹേവ്സ് ദ സെയിം, ഇറ്റ് റൺസ് ടു സേഫ്റ്റി. ഈ ക്യാപിറ്റൽ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ ഡെവലപ്പിംഗ് കൺട്രീസിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അർജന്റീനയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് മിയാമിയിലോട്ടാണ് പണം ഒഴുകിയത്. അതുപോലെ യു കെയിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് സഡൻലി ഷിഫ്റ്റ് ചെയ്തത് യു എസിലോട്ടായിരുന്നു. അതുപോലെ റഷ്യൻ വാർ ടൈമിൽ ആ വാർ ടെൻഷൻസ് ഉള്ള സമയത്ത് ബില്യൺസ് ആണ് ഒഴുകിപ്പോയത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? വെൻ മണി ലീവ്സ്, ജോബ് ലീവ്സ്, ഇൻവെസ്റ്റ്മെന്റ് ലീവ്സ്, ഗ്രോത്ത് ലീവ്സ്, കോമൺ പീപ്പിൾ സഫർ. So the next time when your expenses rise, remember it's not always your fault. Sometimes money has already left the country.